ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു റൈസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ നിസ്സാരമായിട്ടുള്ള 2-3 ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൈസ് റെഡിയാക്കി എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു റൈസായിരിക്കും ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യമെങ്കിലും ഒരു ശകലം അച്ചാറ് കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു റൈസ് കഴിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിലിന് പകരമായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു 3-4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ പൊട്ടറ്റോസൊക്കെ നമ്മൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഓയിലൊക്കെ കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായ ഓയിലിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ ചോറൊന്നും കഴിക്കാതെ ഇരിക്കുന്ന ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഹാഫ് കുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൊട്ടറ്റോസൊക്കെ ഒരു പകുതി വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണൊക്കെ മതിയാവും. മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മളിത് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുകയാണ്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് പൊട്ടറ്റോസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബോയിൽ ചെയ്ത റൈസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ്, ഇതൊരു ബൗളാണ്, ഒരു 2 പേർക്ക് കഴിക്കാൻ പാകത്തിന് റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാം, 2 വലിയ ആൾക്കാർക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, ഈ പൊട്ടറ്റോസിൽ നമ്മൾ റൈസ് ചേർക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കുറവ് നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് എക്സ്ട്രാ ചേർക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരുപാട് വാരിക്കോരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ആ ഒരു ഉപ്പിൻ്റെ കുറവ് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരല്പം കൂടെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ മക്കൾക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും അതുപോലെ സ്പ്രിംഗ് ഓണിയനും നമ്മൾ ചേർത്തിട്ടുണ്ട്. മല്ലിയില മാത്രമായാലും മതി കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊരല്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൈസ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രേക്ക് ടൈമിൽ ഇപ്പോൾ എന്താ പറയുക, ഓൺലൈൻ ക്ലാസ്സൊക്കെ ആണല്ലോ. ബ്രേക്ക് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയൊക്കെ മടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾ സാധാരണ എന്താ പറയുക, കാരണം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇതുപോലെ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും കഴിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ കാരണം പൊട്ടറ്റോ ഇഷ്ടമില്ലാത്ത കുട്ടികൾ വളരെ കുറവ് തന്നെ ആയിരിക്കും.
എന്താണ് ഫ്രൈ ചെയ്ത പൊട്ടറ്റോസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ചോറിൻ്റെ കൂടെ തനിച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ പൊട്ടറ്റോ മാത്രം കഴിച്ച് ചോറ് അവിടെ നീക്കി വെക്കാനായിരിക്കും പതിവായിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അവരത് നല്ല ഇഷ്ടത്തോടെ കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്